നാളെയാണ് നമ്മുടെ +1 ഇംഗ്ലീഷിൻ്റെ പബ്ലിക് എക്സാം വരുന്നത്. അതുമാത്രമല്ല ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷിൽ വരുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് എക്സാം എഴുതുമ്പോൾ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയോ? നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാത്തതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, മറ്റൊരു റീസൺ, നമ്മൾ കറക്റ്റ് മാർക്കിനനുസരിച്ചല്ല എഴുതുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് നമുക്ക് ഈ ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നാളത്തെ എക്സാമിന് നമുക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാമിന് നമുക്ക് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റുക, ഓരോ മാർക്കിനും നമ്മൾ എത്രയൊക്കെയാണ് എഴുതേണ്ടത്, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം, ആദ്യമേ തന്നെ വൺ വേർഡ്സ് ആണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ വൺ വേർഡ്സ് ആണ് നമുക്ക് ആദ്യമേ വരുന്നത്. അപ്പോൾ വൺ വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അറിയാന്നുള്ള വൺ വേർഡ്സ് മാത്രം ഫസ്റ്റ് ഓഫ് ഓൾ എഴുതുക. അറിഞ്ഞൂടാത്ത വൺ വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ഥലം വിട്ടിട്ട് ബാക്കി ബാലൻസ് ലാസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ, കാരണം നമ്മൾ ഈ വൺ വേർഡ്സിന് വേണ്ടിയിട്ട് അറിഞ്ഞൂടാത്ത, ഇപ്പോൾ ഗ്രാമറൊക്കെ ഇതിനകത്ത് വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് അവിടെ ടൈം ഒരുപാട് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ആദ്യമേ മനസ്സിലാക്കുക. അറിയാന്നുള്ള വൺ വേർഡ്സ് ഒക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എഴുതി പോവുക. ഓക്കെ, ആൻഡ് വൺ വേർഡ്സ് എഴുതുമ്പോഴും ഒറ്റ വാക്കിൽ എഴുതേണ്ടതാണെങ്കിൽ അങ്ങനെ എഴുതുക. ഇനി അല്ല, ഒറ്റ സെൻറ്റൻസിലാണ് എഴുതേണ്ടെങ്കിൽ ആ ഒരൊറ്റ സെൻറ്റൻസിൽ മാത്രം എഴുതാൻ നോക്കുക. രണ്ടോ മൂന്നോ സെൻറ്റൻസിലോട്ടൊന്നും പോവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോൾ ചില ലൈൻസൊക്കെ തന്നിട്ട് അതിൻ്റെ മീനിങ് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ ഒരു ഒറ്റ സെൻറ്റൻസിലൊക്കെ തന്നെ മാക്സിമം നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. ആ രീതിക്കൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും കേട്ടോ. ജസ്റ്റ് മീനിങ് എഴുതാനോ അങ്ങനെയൊക്കെയല്ലേ ഈ വൺ മാർക്കിന് ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അറിഞ്ഞൂടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ വിട്ടിട്ട് അത് ലാസ്റ്റ് പിന്നെ നമുക്ക് ആലോചിച്ച് എഴുതാം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പോവുക. ഓക്കെ, ദെൻ അടുത്ത 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഈ ഒരു കാര്യം പറയേണ്ടത്, ഒരു 2 ലൈൻസ് മതി അവിടെ മാക്സിമം. ഇനി കൂടിപ്പോയ ഒരു 3 വരി, അതിലപ്പുറം നിങ്ങൾ പോവരുത്. ഓക്കെ, ഇപ്പോൾ എക്സ്പ്ലനേഷൻ കുറച്ച് കൂടുതലാണ്, അപ്പം അങ്ങനെയെങ്കിൽ ഒരു 3 വരി മാക്സിമം. ഓക്കെ, അതിലപ്പുറം നിങ്ങൾ പോവരുത്. 2 വരി മതി അവിടെ. പക്ഷേ ഇനിയും എഴുതണമെന്നുണ്ട് എങ്കിൽ ഒരു 3 ലൈൻസ്, അതിലപ്പുറം നിങ്ങൾ പോവേ ചെയ്തതെങ്കിൽ നമ്മുടെ ടൈം ഫുൾ അവിടെ പോകും. ഓക്കെ, അതുകൊണ്ട് 2 മാർക്സിൻ്റെ കാര്യം നിങ്ങൾ അവിടെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 4 മാർക്കിൻ്റെ ചോദ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4 മാർക്കിനാണെങ്കിൽ നമുക്കങ്ങനെ കുറേ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഒരൊറ്റ പാരഗ്രാഫ് എഴുതിയാൽ മതി. പക്ഷേ നമ്മളവിടെ ഒരു 3/4 പേജാണ് എഴുതേണ്ടത്. ഒരു പേജിൻ്റെ എന്താണ്, ഒരു 3/4 പേജ്. ഇപ്പോൾ ഈ ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പോർഷൻ വരെ നമ്മളവിടെ എഴുതിയാൽ മതിയാവും. ഓക്കെ, ആ ഒരു രീതിക്കാണ് എഴുതേണ്ടത്. ഒരൊറ്റ പാരഗ്രാഫായിട്ടാണ് അവിടെ നമ്മൾ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ 3/4 പേജിൽ നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ഒറ്റ പേജ്, ഓക്കെ, ഒറ്റ ഫുൾ പേജിൽ നിങ്ങൾക്ക് എഴുതി നിർത്താം. ഓക്കെ, പക്ഷേ ഈ ഒരു പേജ് കഴിഞ്ഞ് അടുത്ത പേജിലോട്ട് പോവേണ്ട കാര്യമില്ല 4 മാർക്കിന്. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. ഇനി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്കൊരു 3 പാരഗ്രാഫിലോ അല്ലെങ്കിൽ 4 പാരഗ്രാഫിലോ എഴുതാം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒറ്റ സിംഗിൾ പാരഗ്രാഫായിട്ട് എഴുതരുത്. എന്താണ്, പാരഗ്രാഫ് തിരിച്ച് തന്നെ അവിടെ ആൻസർ ചെയ്യണം. എങ്കിലേ നമുക്കവിടെ എന്താണ് ആ ഒരു 6 മാർക്കിൻ്റെ ഒരു ലെവലിൽ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു 3-4 പാരഗ്രാഫുകളായിട്ട് നമുക്കവിടെ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പേജ് ലിമിറ്റ് പറയുമ്പോൾ ഒരു 1.5 പേജൊക്കെ നമുക്ക് അവിടെ എഴുതാം. അതായത് ഒരു പേജ് ഇത് ഉണ്ട്, പിന്നെ ഇപ്പുറത്തെ പേജിൻ്റെ ഒരു ഹാഫ്. ഓക്കെ, അങ്ങനെ ഒരു 1.5 പേജൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് 6 മാർക്കിന് കേട്ടോ. ഇനി 1.5 എന്ന് പറയുന്നത് ഒരു 1.25 ആയാലും വലിയ പ്രശ്നം വരില്ല. ഓക്കെ, എന്തായാലും ഒരു 3-4 പാരഗ്രാഫിൽ അങ്ങനെ എഴുതി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അതിനനുസരിച്ച് നല്ലതാണ്. അതായത് അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു 4-6 പാരഗ്രാഫ് മതി. ഓക്കെ, 4 to 6 പാരഗ്രാഫ്സ് മതി. പിന്നെന്താണ്, പേജ് ലിമിറ്റ് പറയുമ്പോൾ ഒരു 2.5 പേജാണ് ഒരു നോർമൽ ലെവലിൽ നമ്മൾ പറയുന്നത്. 2.5 പേജ്, അതായത് ഒരു പേജ് ഇതാ എവിടെയുണ്ട്, ഒരു പേജ് ഇതാ എവിടെയുണ്ട്, 2 ദെൻ അതിൻ്റെ ഹാഫ്. ഓക്കെ, 2.5 പേജ്. ഈ ഒരു രീതിക്കാണ് നമ്മൾ 8 മാർക്കിന് പറയുന്നത് കേട്ടോ. സോ പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. 8 മാർക്കിനെന്ന് പറയുമ്പോൾ എസ്സേ ആണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം എഴുതാൻ പറ്റും, അതായത് ഒരു 3 പേജൊക്കെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. 2.5 പേജ് എന്ന് പറയുമ്പോൾ ഒരു 3 പേജൊക്കെ മാക്സിമം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് 6 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് എഴുതുക. ഓക്കെ, പെട്ടെന്ന് എഴുതിയിട്ട് ഈ 8 മാർക്കിന് മാക്സിമം സമയം കൊടുത്ത് നിങ്ങൾ എഴുതുക. 8 മാർക്കിന് നമുക്കറിയാം 3 ചോദ്യം തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 ചോദ്യം നമുക്ക് എഴുതേണ്ടതുള്ളൂ, അല്ലേ? അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ളൂ 8 മാർക്കിന്. ആ 2 ചോദ്യത്തിന് മാത്രം നിങ്ങൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം 8 മാർക്കിനാണ്. അപ്പോൾ നമുക്ക്
എത്ര നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണോ അത്രയും നല്ല രീതിയിൽ അവിടെ ഫുൾ മാർക്ക് കിട്ടും നമുക്ക്. ഓക്കെ, അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. സോ ഒരു 2.5 പേജ് എന്തായാലും വേണം. പിന്നെ ഒരു 3 പേജൊക്കെ ആയാലും വേറെ പ്രശ്നം വരില്ല, അത് അത്രയും നല്ലതായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യമാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം. ഓക്കെ, കാരണം നമുക്ക് ഒരു ശ്രദ്ധ വേണം. നമ്മൾ എവിടെ എഴുതുന്നുണ്ട്, മീൻസ് എന്താണ് ടൈം എത്രയായി എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊള്ളുക ടൈം. അതല്ലെങ്കിൽ നമുക്കിത് എന്താ പറയുക, നമ്മളിങ്ങനെ ആലോചിച്ചൊക്കെ എഴുതുമ്പോൾ ഒരുപാട് സമയം പോകും അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യമേ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറയുന്നൊരു കാര്യം, കൂൾ ഓഫ് ടൈം നമുക്ക് കിട്ടുമല്ലോ ഒരു 15 മിനിറ്റ്. അപ്പോൾ ആ ഒരു കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഓടിച്ചൊന്ന് വായിക്കാനായിട്ട് നോക്കുക. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ആൻഡ് ഓൾസോ പറ്റുമെങ്കിൽ എല്ലാ സെക്ഷനിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് മനസ്സിലൊന്ന് എന്താ പറയുക, ഒന്ന് ഡിസൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർക്ക് അവിടെ കഴിയും. ഓക്കെ, മീൻസ് ആ ഒരു ടൈം, അതായത് നമ്മളല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത് എഴുതണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ എല്ലാ സെക്ഷനും. അപ്പോൾ നമുക്ക് ആ ഒരു അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ സമയം പോകും. അതുകൊണ്ട് ഈ ഒരു കൂൾ ഓഫ് ടൈം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് വായിച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത് എന്നുള്ളൊരു തീരുമാനം ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഇന്ന ചോദ്യങ്ങളാണ് ഞാൻ എഴുതേണ്ടത് എന്ന് മുൻകൂട്ടി നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ നമുക്ക് എഴുതി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് എഴുതി പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 1 മാർക്കിന് ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊന്ന് എഴുതി തീർക്കാൻ നോക്കുക. ഓക്കെ, മാക്സിമം ഫാസ്റ്റായിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, അറിഞ്ഞുകൂടാത്തത് ഉണ്ടെങ്കിൽ അത് ചിന്തിച്ച് സമയം കളയണ്ട, അത് ലാസ്റ്റ് നമുക്ക് വന്ന് എഴുതാം. ഓക്കെ, നമ്മൾ വിട്ടിട്ട് പോകത്തില്ല, ലാസ്റ്റ് നമ്മൾ അവിടെ വന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അറിയാമെന്നുള്ള 1 വേർഡ്സ് പെട്ടെന്ന് എഴുതി തീർക്കുക. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അത് തന്നെയാണ്. എന്താണ് ഇപ്പോൾ ഗ്രാമറൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതവിടെ വിട്ടിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് വന്ന് എഴുതാം എന്നുള്ള ലെവലിൽ പോവുക കേട്ടോ. കാരണം അവിടെയൊക്കെ നമ്മൾ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ഒരുപാട് എഴുതാൻ കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അത് പറയുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും വേഗത്തിൽ ടപ്പേന്ന് പറഞ്ഞ് അങ്ങ് എഴുതി തീർക്കുക കേട്ടോ. മീൻസ് അറിയാന്നുള്ളത് എഴുതി പോവുക, അത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പേജ് ലിമിറ്റ് നോക്കി നിങ്ങൾ എഴുതിയാൽ മതി. മാക്സിമം പോയി ഒരൊറ്റ പേജ് എഴുതിയാൽ മതി, അതിനപ്പുറം ഒന്നും പോകരുത്. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ 6 മാർക്കിൻ്റെതായാലും അതുപോലെ തന്നെയാണ് കേട്ടോ. സോ ഈ ഒരു 6 മാർക്ക് വരെ നിങ്ങൾ അത്യാവശ്യം ഒന്ന് ഫാസ്റ്റായിട്ട് എഴുതി വരികയാണെങ്കിൽ 8 മാർക്കിന് നമുക്ക് അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്ത് എഴുതാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും ഇപ്പോൾ എന്താ പറയുക, മോഡൽ എക്സാം കഴിയുമ്പോഴും നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ലാസ്റ്റ് മിനിറ്റ് കൊണ്ട് എഴുതി തീർത്തതെന്നുള്ളൊരു കാര്യം. അതായത് 8 മാർക്കിൻ്റെതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒരു റഷ് പിടിച്ച് എഴുതുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മാർക്ക് അവിടെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ബാക്കി 6 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗത്തിലൊന്ന് എഴുതി തീർത്തിട്ട് 8 മാർക്കിൻ്റെത് മാക്സിമം എന്ത് ചെയ്യുക, ആലോചിച്ച് സമയമെടുത്ത് നല്ല രീതിയിൽ ഓക്കെ പറ്റുന്ന പോലെ നിറച്ച് എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ടൈം മാനേജ് ചെയ്യാൻ പറ്റും, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലിമിറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് എത്താനായിട്ട് സാധിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കുറേ കാര്യങ്ങളൊക്കെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ടൈമർ ഇട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 8 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയാലാണ് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, എക്സാം ടൈമിൽ നമുക്ക് ആ രീതിയിലൊന്ന് എഴുതി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നാളെ നിങ്ങൾ പോകുമ്പോൾ ഈ പറഞ്ഞ ലിമിറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതി നോക്കുക കേട്ടോ. ഓക്കെ.